നമസ്കാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സയിലെ അനാസ്ഥ ചൂണ്ടിക്കാട്ടിയ ഒരു ഡോക്ടറെ പൊതുസമൂഹത്തിൽ കള്ളനാക്കാൻ നടക്കുന്ന ശ്രമങ്ങളാണ് ഇപ്പോൾ കേരളം കാണുന്നത്. യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസിനെ ഇടതു സർക്കാരിന്റെ ആരോഗ്യമന്ത്രി പിണറായി മന്ത്രിസഭ അടക്കം ഒന്നിച്ചു ചേർന്ന് വേട്ടയാടുന്ന കാഴ്ച. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നടക്കുന്ന കള്ളത്തരങ്ങളെക്കുറിച്ച്, ചികിത്സാ പിഴവുകളെക്കുറിച്ച്, ചികിത്സാ ഉപകരണങ്ങളിലെ കുറവുകളെക്കുറിച്ച് ജനങ്ങളോട് പറഞ്ഞു, സോഷ്യൽ മീഡിയയിൽ കുറിച്ചു എന്നുള്ളതാണ് ഡോക്ടർ ഹാരിസ് ചെയ്ത ഏക കുറ്റം. ആ ഹാരിസിനെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ തന്നെ വെട്ടി നിരത്തുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസിന്റെ മുറി തുറന്നു പരിശോധിച്ചു. അസ്വാഭാവികമായ കാര്യങ്ങൾ നടക്കുന്നു, തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന് ഹാരിസിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇതാ ഡോക്ടർ ഹാരിസിനെതിരെ മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ടും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും ചേർന്ന് വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹത്തിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നു. PK ഹാരിസിന്റെ മുറിയിൽ നിന്ന് കാണാതായ സർജിക്കൽ ഉപകരണം അത് കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ PK ജബ്ബാർ എന്ന മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം നടന്നത് ചട്ടങ്ങൾക്കനുസൃതമായിട്ടുള്ള പരിശോധനയാണ്. അതിനുശേഷം സുരക്ഷാ വിഭാഗമാണ് മറ്റൊരു പൂട്ടിട്ട് ഡോക്ടർ ഹാരിസിന്റെ മുറി പൂട്ടിയത്. ഈ മുറി ശനിയാഴ്ച പരിശോധിച്ചിരുന്നു. അന്ന് കാണാത്ത ഒരു പെട്ടി, അധികമായുള്ള ഒരു പെട്ടി കണ്ടെത്തി. ആ പെട്ടിയിൽ ചില ബില്ലുകൾ ഉണ്ടായിരുന്നു. ആ പെട്ടിയിൽ സർജിക്കൽ ഉപകരണം കണ്ടെത്തി. എന്നാൽ ആ സർജിക്കൽ ഉപകരണം ഓഗസ്റ്റ് മാസം 2-ാം തീയതി വാങ്ങിയതാണ്. അതിന്റെ ബില്ലുണ്ട്. അത് മാത്രവുമല്ല, ആദ്യം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആ ഉപകരണത്തിന്റെ ദൃശ്യങ്ങളോട് ഒരിക്കലും യോജിക്കുന്നതല്ല പുതിയ ഉപകരണത്തിന്റെ ദൃശ്യങ്ങൾ എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ. അപ്പോൾ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും, ഡോക്ടർ ഹാരിസ് മോളിനോസ്കോപ്പ് എന്ന് പറയുന്ന ആ സർജിക്കൽ ഉപകരണം അവിടെ നിന്ന് മാറ്റി. ഇത് ഒരു തിരക്കഥ പോലെ വായിക്കണം. 2 ദിവസം മുമ്പാണ് നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത്, മെഡിക്കൽ കോളേജിലെ ചില ഉപകരണങ്ങൾ, യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ ചില ഉപകരണങ്ങൾ ബോധപൂർവം നശിപ്പിക്കാൻ ശ്രമം നടന്നു. ആ കുറ്റവും ഡോക്ടർ ഹാരിസിന്റെ തലയിലാണ്. ഇപ്പോൾ ഇതാ ഒരു സർജിക്കൽ ഉപകരണം അത് കാണാതായി. പിന്നീട് അത് പിടിക്കപ്പെടുമെന്ന് വന്നപ്പോൾ ഓഗസ്റ്റ് മാസം 2-ാം തീയതി ആരോ ഈ പെട്ടിയിൽ കൊണ്ടുവച്ചു. അത് പുതുതായി വാങ്ങിയ ഉപകരണമാണ്. ഒരാൾ ഈ മുറിയിലേക്ക് കയറി പോകുന്നു എന്ന് CCTVയിൽ ഉണ്ട് എന്നാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറയുന്നത്. ആരാണ് ആ മുറിയിലേക്ക് പോയത് എന്ന് എന്തുകൊണ്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് മനസ്സിലാകുന്നില്ല? മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? ദൃശ്യങ്ങൾ കൃത്യമായി അവർക്ക് പരിശോധിക്കാനുള്ള സംവിധാനമുണ്ടല്ലോ. അപ്പോൾ ഡോക്ടർ ഹാരിസിനെ വ്യക്തിഹത്യ ചെയ്യണം, ഡോക്ടർ ഹാരിസിന്റെ ഇമേജ് നശിപ്പിക്കണം, അദ്ദേഹത്തിനെ പൊതുസമൂഹത്തിൽ നാണം കെടുത്തി അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങളുടെ മെറിറ്റിൽ നിന്ന് ശ്രദ്ധ തിരിക്കണം. നമുക്കറിയാം, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഡോക്ടർ ഹാരിസിനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിൽ ഉയരുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള താല്പര്യവുമില്ല, സാമ്പത്തിക നേട്ടത്തിനും ആഗ്രഹമില്ലാത്ത ഒരു വ്യക്തി, സ്വകാര്യ പ്രാക്ടീസിന് പോകാൻ അവസരങ്ങൾ നിരവധി ഉണ്ടായിട്ടും അത് ചെയ്യാത്ത വ്യക്തി, സ്കൂട്ടറിൽ മാത്രം അല്ലെങ്കിൽ ഇരുചക്ര വാഹനത്തിൽ മാത്രം യാത്ര ചെയ്യുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടർ, ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ്. ഇവിടെ അദ്ദേഹത്തിനൊപ്പം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്ന പലരും ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കാനായി സ്വകാര്യ പ്രാക്ടീസിനും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറിയപ്പോൾ തന്റെ ഉത്തരവാദിത്വം ഈ ജനസേവനമാണ്, ആതുര സേവനമാണ്, തന്നെ സർക്കാർ പഠിപ്പിച്ചത് പൊതുജനത്തെ സേവിക്കാനാണ് എന്നുള്ള ആ തിരിച്ചറിവിൽ ആ മെഡിക്കൽ കോളേജിൽ ജോലിയെടുത്ത വ്യക്തിയാണ് ഡോക്ടർ ഹാരിസ്. ആ ഹാരിസിനെ സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ കേരളത്തിലെ പിണറായി സർക്കാർ വേട്ടയാടുന്നു. ആ ഹാരിസിനെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വേട്ടയാടുന്നു. നാണമില്ലേ കേരളത്തിലെ ആരോഗ്യമന്ത്രി ഇങ്ങനെ ഒരു സത്യം പറഞ്ഞതിന്റെ പേരിൽ ഒരു സാധാരണക്കാരനായ ഒരു നിസ്സാരക്കാരനായ ഒരു ഡോക്ടറെ ഇത്തരത്തിൽ വേട്ടയാടാൻ? എന്തായാലും ഡോക്ടർ ഹാരിസിന്റെ പിന്തുണയുമായി ഡോക്ടർമാരുടെ സംഘടനകൾ രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് തന്നെ ഡോക്ടർ ഹാരിസിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വലിയ പിന്തുണ ഡോക്ടർ ഹാരിസിന് ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.